Hi and welcome to the new video. So in the last few lectures, I have discussed about the overhead transmission conductors, different types of conductors, and then other types of supports. Okay, ഇപ്പോൾ സപ്പോർട്ട്സ് എന്താണ്, കണ്ടക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇപ്പോൾ നമുക്ക് ഈ കണ്ടക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, കണ്ടക്ടർ മെറ്റീരിയൽസിനെ പറ്റി പറഞ്ഞു, അതിനെ ഹോൾഡ് ചെയ്യുന്ന സപ്പോർട്ട്സിനെ പറ്റിയും പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയും ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ, കുറച്ച് ഡിസ്കുകൾ പോലെ. അത് ചിലപ്പോൾ വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കാം, വെർട്ടിക്കലായിരിക്കാം, പോളിൻ്റെ മുകളിലായിരിക്കാം, പോളിനോട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കാം. അങ്ങനെ പല തരത്തിൽ നമ്മൾ കുറച്ച് സംഭവങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറയുന്നതാണ് ഇൻസുലേറ്റേഴ്സ് എന്ന്. ഇപ്പോൾ ഇൻസുലേറ്റേഴ്സ് ആണ് അടുത്തത് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ എന്താണ് ഈ ഇൻസുലേറ്റേഴ്സ്, എന്തിനാണ് ഇത് വേണ്ടി വരുന്നത്? So the overhead line conductors should be supported on the poles or towers in such a way that current from the conductors do not flow to the earth through supports. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഉപയോഗിക്കുന്ന സപ്പോർട്ട്സ് ചിലപ്പോൾ കണ്ടക്റ്റിംഗ് ആയിരിക്കാം. സ്റ്റീൽ ടവേഴ്സ് അങ്ങനത്തെ കേസുകളൊക്കെ വരുന്ന കേസിൽ ചിലപ്പോൾ അത് കണ്ടക്റ്റിംഗ് ആവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ കണ്ടക്ടർ കൊണ്ടുപോയിട്ട് ഒരിക്കലും എന്തിനായിട്ട് കോണ്ടാക്ട് വരുത്താൻ പറ്റില്ല, സപ്പോർട്ടിനായിട്ട് കോണ്ടാക്ട് വരാൻ പറ്റില്ല. കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതൊരു ഷോർട്ട് സർക്യൂട്ട്, ഗ്രൗണ്ട് ഫോൾട്ട് പോലെ നേരെ ഗ്രൗണ്ടിലേക്ക് അത് കണക്റ്റഡ് ആവും. കറണ്ട് എവിടേക്ക് പോകും? ഗ്രൗണ്ടിലേക്ക് പോകും. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അത് പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഒഴിവാക്കണം? ഇത് തമ്മിലുള്ള കണക്ഷൻ ഒഴിവാക്കണം. കണ്ടക്ടർ ഷുഡ് ബി സപ്പോർട്ട് ഓൺ ദ പോൾസ് ഓർ ടവേഴ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് കറന്റ് ഫ്രം ദ കണ്ടക്ടർ ഡു നോട്ട് ഫ്ലോ ടു ദ എർത്ത് ത്രൂ സപ്പോർട്ട്സ്. സോ സപ്പോർട്ട്സ് വഴി ഗ്രൗണ്ടിലേക്ക് കറണ്ട് ഒരിക്കലും പോവാൻ ചാൻസ് വരരുത്. And the line conductors must be properly insulated from support. So line conductor എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ ലൈൻ കണ്ടക്ടർ എന്തിനായിട്ട് ഡയറക്റ്റ് കണക്ഷൻ വരാൻ പാടില്ല? നമ്മളുടെ ഈ സപ്പോർട്ടിനായിട്ട്. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ സ്റ്റീൽ ടവറിനായിട്ട് ഒരിക്കലും ഡയറക്റ്റ് കണക്ഷൻ വരാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ സെക്യൂറിങ് ദ ലൈൻ കണ്ടക്ടേഴ്സ് ടു ദ സപ്പോർട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് കൊണ്ടു വയ്ക്കും? ഇൻസുലേറ്റർ കൊണ്ടു വയ്ക്കും. നേരെ അത് കൊണ്ടുപോയിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ ഇൻസുലേറ്റർ വെച്ചിട്ടാണ് കണക്ഷൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇത് നമ്മൾ ഇവിടേക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നത് ത്രൂ ഈ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. അല്ലെങ്കിൽ നേരെ ദൂരെ കൊണ്ടുപോയിട്ട് കെട്ടി തൂക്കുന്നില്ല. ഓക്കെ, so the insulators provide necessary insulation between the line conductors and the supports and thus prevent any leakage current from the conductor to earth. സോ അവിടെ കണ്ടക്ടറും എർത്തും തമ്മിൽ ഒരു കോണ്ടാക്ട് വരുന്ന ഒരു പോസിബിലിറ്റി ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിലാണ് നമ്മളവിടെ ഇൻസുലേറ്റേഴ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലായിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ വോൾട്ടേജ്, അറേഞ്ച്മെൻറ്റ്, ഏത് ടൈപ്പ് സ്ട്രക്ചറാണ്, അതിനൊക്കെ അനുസരിച്ച് പല തരത്തിലായിരിക്കും. പിന്നെ എവിടേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത് എന്നതിനൊക്കെ അനുസരിച്ച് പല ടൈപ്പ് ഇൻസുലേറ്റേഴ്സും ഉണ്ടായിരിക്കും. അപ്പം എന്തായാലും മെയിൻലി ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ മെയിനായിട്ടുള്ള കാര്യം വരുന്നത്. ആൻഡ് ഇൻ ജനറൽ ദീസ് ഇൻസുലേറ്റേഴ്സ് ഷുഡ് ഹാവ് ദ ഫോളോയിങ് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ്. സോ ഈ ഇൻസുലേറ്റേഴ്സിന് വേണ്ട ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന് എന്താ? ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്. മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്തായാലും ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണം ഇൻ ഓർഡർ ടു വിത്ത്സ്റ്റാൻഡ് കണ്ടക്ടർ ലോഡ്, വിൻഡ് ലോഡ് എക്സെട്ര. കാരണം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കണ്ടക്ടർ കണക്ട് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ആ കണ്ടക്ടറിൻ്റെ വെയിറ്റ് അത് താങ്ങണം. പിന്നെ വിൻഡ് ലോഡും കൂടി വരുമ്പോൾ അതും ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്ക് വേണം? നമ്മളുടെ ഇൻസുലേറ്ററിന് വേണം. അപ്പോൾ വെറുതെ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എടുത്താൽ പോരാ. ഇറ്റ് ഷുഡ് ഹാവ് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്. ദെൻ ഇറ്റ് ഷുഡ് ഹാവ് ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇൻസുലേറ്റർ ആണ്, ഇൻസുലേഷൻ പ്രോപ്പർ ആയിരിക്കണം. സോ ഇറ്റ് ഷുഡ് ഹാവ് ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് ഇൻസുലേറ്റർ മെറ്റീരിയൽ ഇൻ ഓർഡർ ടു അവോയ്ഡ് ലീക്കേജ് കറൻറ്റ്സ് ടു ദ എർത്ത്. സോ ലീക്കേജ് കറണ്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ എയിം. അപ്പോൾ ലീക്കേജ് കറണ്ട് അവോയ്ഡ് ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസ് ഷുഡ് ബി വെരി ഹൈ, പ്രോപ്പർ ഇൻസുലേറ്റർ ആയിരിക്കണം. Then high relative permittivity of insulator material in order that the dielectric strength is high. So dielectric strength അവിടെ ഹൈ ആയിരിക്കണം. സോ ഡൈലക്ട്രിക് സ്ട്രെങ്ത് ഹൈ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം വോൾട്ടേജ് ഒരു ഇപ്പോൾ എയർ ആയിരിക്കുമല്ലോ അവിടെ എപ്പോഴും എന്തായാലും ഇതിനെ സറൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയറിന് ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനും കൂടുതൽ അവിടെ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ വരാം, എന്താ ചാർജസ് ഫ്ലോ ചെയ്യാനും അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വരാം. അപ്പോൾ അത് ഒഴിവാക്കത്തക്ക രീതിയിൽ ഹയർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഉള്ള ഇൻസുലേറ്റർ ആയിരിക്കണം അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. അത് നമുക്ക് പിന്നീട് മനസ്സിലാവും എന്തുകൊണ്ടാണ് എന്നുള്ളത്. Then the insulator material should be non-porous, free from impurities and cracks. Otherwise, the permittivity will be lowered. So, proper permittivity maintain ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ പോറസ് ആയിരിക്കണം, ഫ്രീ ഫ്രം ഇമ്പ്യൂരിറ്റീസ് ആൻഡ് ക്രാക്സ് ഒക്കെ ആയിരിക്കണം നമ്മളുടെ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത്
ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ളത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റനൻസ് നോക്കേണ്ടി വരും. ദെൻ ഹൈ റേഷ്യോ ഓഫ് പങ്ക്ചർ സ്ട്രെങ്ത് ടു ഫ്ലാഷ് ഓവർ. സോ പങ്ക്ചർ സ്ട്രെങ്ത് ടു ഫ്ലാഷ് ഓവർ റേഷ്യോ ഹൈ ആയിരിക്കണം. അപ്പോൾ അത് മാക്സിമം ഫ്ലാഷ് ഓവറും കാര്യങ്ങളൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഇൻസുലേറ്റർ ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻസുലേറ്ററിൻ്റെ ഡിസൈറബിൾ ക്വാളിറ്റീസ് വരുന്നത്. ആൻഡ് ദ മോസ്റ്റ് കോമൺലി യൂസ് മെറ്റീരിയൽ ഫോർ ഇൻസുലേറ്റർ ഓഫ് ഓവർഹെഡ് ലൈൻ ഈസ് പോഴ്സ്ലൈൻ. ഓക്കെ, അത് നമുക്ക് അടുത്തേക്ക് വരാം. ഇതിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് പോഴ്സ്ലൈൻ ആണ്. ബട്ട് ഗ്ലാസ്, സ്റ്റീറൈഡ് ആൻഡ് സ്പെഷ്യൽ കോമ്പോസിഷൻ മെറ്റീരിയൽസ് ആർ ഓൾസോ യൂസ് ടു എ ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ്. അപ്പോൾ അതും കൂടിയും ഇവിടെ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് പോഴ്സ്ലൈൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫയറിംഗ് അറ്റ് എ ഹൈ ടെമ്പറേച്ചർ എ മിക്സർ ഓഫ് കാലിൻ, ഫെൽസ്പാർ ആൻഡ് ക്വാർട്സ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോഴ്സ്ലൈൻ ഉണ്ടാക്കുന്നത്. Porcelain is stronger mechanically than glass, gives less trouble from leakage and is less affected by changes of temperature. So porcelain ഒരുപാട് അഡ്വാൻറ്റേജസും കാര്യങ്ങളും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തിലേക്കാണ് പോകാറുള്ളത്? പോഴ്സ്ലൈനിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആണ് പറയേണ്ടത്. സോ ഒരു സക്സസ്ഫുൾ ഓപ്പറേഷൻ ഓഫ് എൻ ഓവർഹെഡ് ലൈൻ ഡിപ്പെൻഡ്സ് ഓൺ കൺസിഡറബിൾ എക്സ്റ്റെൻഡ് അപ്പോൺ ദ പ്രോപ്പർ സെലക്ഷൻ ഓഫ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയണം. അത് എപ്പോൾ ചൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ആണ് നമുക്ക് അറിയേണ്ടത്. ആൻഡ് ദർ ആർ സെവറൽ ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. അതിൽ മെയിനായിട്ട് വരുന്നത് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ, സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ, സ്ട്രെയിൻ ഇൻസുലേറ്റർ ആൻഡ് ഷാക്കിൾ ഇൻസുലേറ്റർ. അപ്പോൾ ഇതാണ് നമ്മൾ 4 മെയിൻ ഇൻസുലേറ്റേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് എ പിൻ ടൈപ്പ് ഇൻസുലേറ്റർ. സോ ഫസ്റ്റത്തെ ഏറ്റവും ബേസിക് ടൈപ്പ് ഇതെല്ലാവരും എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെവിടെയാണ് കാണുക? സെക്യൂർഡ് ഓൺ ദ ക്രോസ് ആംസ് ഓഫ് ദ ഓൺ ദ പോൾ. ഇപ്പോൾ ഒരുവിധം എല്ലാവരും വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും എന്താ ട്രാൻസ്മിഷൻ ലൈൻ പോൾ. അതിൻ്റെ മുകളിൽ എന്തായാലും എന്തുണ്ടായിരിക്കും? ഈ ക്രോസ് ആംസിൻ്റെ മുകളിലേക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ ഈ രീതിയിലുള്ള എന്താ ഇൻസുലേറ്റേഴ്സ്. ഇതിനെ പിൻ ടൈപ്പ് ഇൻസുലേറ്റർ എന്നാണ് പറയുക. And there is a groove on the upper end of the insulator for housing the conductor. ഇപ്പോൾ ഇവിടെ ഒരു ഗ്രൂവ് കാണാം. ഈ ഗ്രൂവിലാണ് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടാവുക? കണ്ടക്ടർ വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രൂവിൽ കൂടെയാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക? കണ്ടക്ടർ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അത് വേറൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു പിൻ ടൈപ്പ് ഇൻസുലേറ്റർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലൊരു ഗ്രൂവ് ഉണ്ടായിരിക്കും. പിന്നെ ഇതതിൻ്റെ ഷെഡ്സ് എന്നാണ് പറയുക, ലെയേഴ്സ് ആയിട്ട് ഉണ്ടാവാം. അതിൽ സിമെൻറ്റിങ് ഉണ്ട്, ഗാൽവനൈസ്ഡ് സ്റ്റീൽ പിന്ന് ഉണ്ടാവും ഇതിൻ്റെ അടിയിൽ. അതുവഴിയാണ് ഇതവിടെ പോളിൻ്റെ മുകളിൽ നമ്മൾ ഉറപ്പിച്ച് നിർത്തുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ വരുന്നത്. ദ കണ്ടക്ടർ പാസസ് ത്രൂ ദിസ് ഗ്രൂവ് ആൻഡ് ഈസ് ബൗണ്ട് ബൈ അനീൽഡ് വയർ ഓഫ് ദ സെയിം മെറ്റീരിയൽ ആസ് ദ കണ്ടക്ടർ. അപ്പോൾ അതിനവിടെ ബൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് സെയിം മെറ്റീരിയലുള്ള അനീൽഡ് വയർ യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് പിൻ ഇൻസുലേറ്റേഴ്സ് ആർ യൂസ് ഫോർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് പവർ അറ്റ് വോൾട്ടേജസ് അപ് ടു 33 kV. അപ്പോൾ അത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. 33 kV വരെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ പിൻ ടൈപ്പ് ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫോർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ അറ്റ് സേ വോൾട്ടേജസ് അപ് ടു 33 kV. അപ്പോൾ അതിലും മേലെ പോവുകയാണെങ്കിൽ പിൻ ഇൻസുലേറ്റർ ബിക്കംസ് ടു ബൾക്കി ആൻഡ് ഹെൻസ് അൺഎക്കണോമിക്കൽ. അപ്പോൾ അതിന് മേലേക്കും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ അതിൻ്റെ ഡിസൈൻ വരുമ്പോൾ ബൾക്കി ആവും, അൺഎക്കണോമിക്കലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് നിർത്തുന്നത്? 33 kV വരെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പിൻ ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ കേസിൽ അപ്പോൾ അതിൽ ഇൻസുലേഷൻ നമ്മൾ പറഞ്ഞു നേരത്തെ, എന്താ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ സ്ട്രെങ്ത്തും ഇൻസുലേഷനും പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർ ഇൻസുലേഷൻ കൊടുക്കുക എന്നുള്ളത്. ചിലപ്പോൾ ഒരു പ്രശ്നം വരാം, അതായത് എന്താ ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ, ഒരു ഇൻസുലേഷൻ ഫെയിലിയർ. ഓക്കെ, സോ ഇപ്പോൾ ഇൻസുലേറ്റേഴ്സ് ആർ റിക്വയർഡ് ടു വിത്ത്സ്റ്റാൻഡ് ബോത്ത് മെക്കാനിക്കൽ ആസ് വെൽ ആസ് ഇലക്ട്രിക്കൽ സ്ട്രെസ്സസ്. അപ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ സ്ട്രെസ്സും ഇലക്ട്രിക്കൽ സ്ട്രെസ്സും എന്താ നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യത്തക്ക രീതിയിലായിരിക്കണം നമ്മുടെ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വേറെ കാര്യം, ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് വേറെ കാര്യം. അപ്പോൾ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ പ്രൈമറിലി ഡ്യൂ ടു ദ ലൈൻ വോൾട്ടേജ് ആൻഡ് മേ കോസ് ബ്രേക്ക് ഡൗൺ ഓഫ് ദി ഇൻസുലേറ്റർ. അപ്പോൾ അവിടെ വോൾട്ടേജ് നമ്മൾ പറഞ്ഞു അപ് ടു 33 kV വരെയാണ്. അപ്പോൾ ഈ വോൾട്ടേജും എന്താ ചിലപ്പോൾ കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അവിടെ ആണ് നമ്മൾ ഈ ഫെയിലിയർ എന്നുള്ള ഇൻസുലേറ്റർ ഫെയിലിയർ എന്നുള്ളൊരു കേസ് പറയുന്നത്. അപ്പോൾ അത് പിൻ ടൈപ്പ് ഇൻസുലേറ്ററിൻ്റെ കേസിൽ ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഇൻസുലേറ്റർ ക്യാൻ ഒക്കർ ഐദർ ബൈ ഫ്ലാഷ് ഓവർ ഓർ പങ്ക്ചർ. ഇപ്പോൾ 2 കേസുകളാണ് ഇവിടെ വരുന്നത്. ഒന്നെങ്കിൽ ഫ്ലാഷ് ഓവർ സംഭവിക്കാം, അല്ലെങ്കിൽ എന്താ പങ്ക്ചർ സംഭവിക്കാം. അപ്പോൾ ഇനി ഇപ്പോൾ ഫ്ലാഷ് ഓവർ ആണെങ്കിൽ ഒരു ആർക്ക്
occurs between the line conductor and the insulator pin, that is earth, and the discharge jumps across the air gaps following a shortest distance. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇത് അതിൻ്റെ ഷെഡുകളാണ്. അപ്പോൾ അതിനിപ്പോൾ എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഡിസ്റ്റൻസുകളൊക്കെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ ഇതാണ് നമ്മുടെ നോർമൽ കണ്ടക്ടർ. ഇപ്പോൾ നോർമൽ കേസിൽ ഇതാണ് കറണ്ട് ക്യാരി ചെയ്യുന്നത്. ഇത്രയും പോർഷൻ എന്താണ് ഇൻസുലേറ്റർ ആണ്. പിന്നെ ഇവിടെ നമ്മളൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു എന്തുണ്ട് സ്റ്റീൽ പിൻ ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതും കണ്ടക്ടറാണ്. ഇപ്പോൾ നമ്മുടെ ക്രോസ് ആം ആണ്, അതും കണ്ടക്റ്റിംഗ് ആണ്. ഇപ്പോൾ നോർമൽ കേസിൽ ഈ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് കണ്ടക്ട് ചെയ്യുന്ന അതായത് മെറ്റാലിക് ആയിട്ടുള്ള ഇതിൻ്റെ മുകളിലേക്ക് എന്ത് വരാൻ പാടില്ല, കറണ്ട് ഫ്ലോ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നോർമൽ കേസിൽ ഇത് പ്രോപ്പർ ഇൻസുലേഷനിലപ്പോൾ അത് സംഭവിക്കില്ല. ഇപ്പോൾ ഇവിടെ ചില കേസിൽ ഇപ്പോൾ ഫ്ലാഷ് ഓവർ വരികയാണെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. സോ ഫ്ലാഷ് ഓവർ വരുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആർക്ക് ഫോം ചെയ്യും. ഇവിടെ ഈ ഒരു റീജിയനിൽ ഈ എ ബി സി എന്നൊക്കെ കാണിച്ചിട്ടുള്ള ആ ഒരു റീജിയനിൽ ഒരു ആർക്ക് ഫോം ചെയ്യും ബിറ്റ്വീൻ ദ ലൈൻ കണ്ടക്ടർ ആൻഡ് ദ ഇൻസുലേറ്റർ പിൻ. പിന്നും കണ്ടക്ടറും തമ്മിലൊരു എന്ത് വരും, ആർക്ക് വരും. ഇപ്പോൾ ഈ പിന്ന് നേരെ ഇവിടെ ത്രൂ ക്രോസ് ആം ത്രൂ ടവർ ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതൊരു എർത്തായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഡിസ്ചാർജ് ജംപ്സ് അക്രോസ് ദ എയർ ഗ്യാപ്സ് ഫോളോയിങ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. സോ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വഴി അത് ഇങ്ങോട്ട് ചാടാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. ആൻഡ് ഇൻ ഫ്ലാഷ് ഓവർ ആൻ ആർക്ക് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ ലൈൻ കണ്ടക്ടർ ആൻഡ് ദ പിൻ വിച്ച് ഈസ് ദ എർത്ത് പിൻ ആൻഡ് ദ ഡിസ്ചാർജ് ജംപ്സ് അക്രോസ് ദ എയർ ഗ്യാപ്പ്. ഈ എയർ ഗ്യാപ്പിൽ കൂടെ നമ്മൾ ഡിസ്ചാർജ് വരുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വഴി. ഓക്കെ, അപ്പോൾ ഇതിലത്തെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർക്കും ഡിസ്റ്റൻസ് എന്തായിരിക്കും, എ പ്ലസ് ബി പ്ലസ് സി ആയിരിക്കും അല്ലേ. ഇവിടത്തെ ഓക്കെ ഇപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ആണ് വരുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് ഫ്ലാഷ് ഓവർ ഇൻസുലേറ്റർ വിൽ കണ്ടിന്യൂ ടു ആക്ട് ഇൻ ഇറ്റ്സ് പ്രോപ്പർ കപ്പാസിറ്റി അൺലെസ് എക്സ്ട്രീം ഹീറ്റ് പ്രൊഡ്യൂസ് ബൈ ദ ആർക്ക് ഡിസ്ട്രോയ്സ് ദ ഇൻസുലേറ്റർ. ഇപ്പോൾ നോർമലി ഫ്ലാഷ് ഓവർ അത്ര വലിയൊരു സംഭവമല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ ഇൻ കേസ് ഓഫ് ഫ്ലാഷ് ഓവർ ദ ഇൻസുലേറ്റർ വിൽ കണ്ടിന്യൂ ടു ആക്ട് in its proper capacity unless extreme heat is produced and that destroys the insulator. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇൻ കേസ് ഓഫ് പങ്ക്ചർ ദ ഡിസ്ചാർജ് ഒക്കേഴ്സ് ഫ്രം ദ കണ്ടക്ടർ ടു പിൻ ത്രൂ ദ ബോഡി ഓഫ് ദ ഇൻസുലേറ്റർ. ഇപ്പോൾ ചില കേസിൽ പങ്ക്ചർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡിയിൽ കൂടെ തന്നെയാണ് ഈ ഡിസ്ചാർജ് നടക്കുക, അല്ലാണ്ട് എയറിൽ കൂടെ അല്ല ഡിസ്ചാർജ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിലാണെങ്കിൽ when such breakdown is involved the insulator is permanently destroyed due to excessive heat. അപ്പോൾ ഇതിൽ കൂടെ തന്നെയാണ് കണ്ടക്ഷൻ നടക്കുന്നത്, ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ നടക്കുന്നത്, അല്ലാണ്ട് പുറത്തു കൂടെ അല്ല, എയറിൽ കൂടെ അല്ല. ഇൻസുലേറ്റർ ആണ് അവിടെ ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. ഇപ്പോൾ ഇൻസുലേറ്റർ ബ്രേക്ക് ഡൗൺ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പെർമനൻ്റ്ലി ഡാമേജ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇൻ പ്രാക്ടീസ് സഫീഷ്യൻറ്റ് തിക്നെസ് ഓഫ് പോർസിലൈൻ ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ഇൻസുലേറ്റർ ടു അവോയ്ഡ് പങ്ക്ചർ ബൈ ദ ലൈൻ വോൾട്ടേജ്. സോ ലൈൻ വോൾട്ടേജ് നമുക്കറിയാം ഏത് ലൈൻ വോൾട്ടേജിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് സ്യൂട്ടബിൾ പോർസിലൈൻ അപ്രോപ്രിയേറ്റ് സഫിഷ്യൻറ്റ് തിക്നെസ് ഓഫ് പോർസിലൈൻ ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ഇൻസുലേറ്റർ ടു അവോയ്ഡ് പങ്ക്ചർ ബൈ ദ ലൈൻ വോൾട്ടേജ്. ഇപ്പോൾ ലൈൻ വോൾട്ടേജ് കാരണം അവിടെ പങ്ക്ചർ വരാത്ത രീതിയിൽ ആവശ്യത്തിനുള്ള തിക്നെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ദ റേഷ്യോ ഓഫ് പങ്ക്ചർ സ്ട്രെസ് ടു ഫ്ലാഷ് ഓവർ വോൾട്ടേജ് ഈസ് നോൺ ആസ് സേഫ്റ്റി ഫാക്ടർ. അപ്പോൾ ഇവിടെ സേഫ്റ്റി ഫാക്ടർ എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. Ratio of puncture strength to flashover voltage, that is safety factor equal to puncture strength divided by flashover voltage. So puncture strength ഉം flashover voltage ഉം തമ്മിലുള്ള റേഷ്യോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത്. സോ പങ്ക്ചർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിലും മേലെ വന്നു കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുള്ളൂ, പങ്ക്ചർ വരുള്ളൂ. അപ്പോൾ ഡിവൈഡഡ് ബൈ ഫ്ലാഷ് ഓവർ വോൾട്ടേജ് ആണ്. ഇപ്പോൾ താഴെ കിടക്കുന്നത് ഫ്ലാഷ് ഓവർ സംഭവിക്കുന്ന വോൾട്ടേജ് ലെവലുമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിസേബിൾ ദാറ്റ് ദ വാല്യൂ ഓഫ് സേഫ്റ്റി ഫാക്ടർ ഈസ് ഹൈ അല്ലേ വേണ്ടേ. അപ്പോൾ ആലോചിച്ച് നോക്കുക, പങ്ക്ചർ സ്ട്രെങ്ത് ആണ്. പങ്ക്ചർ സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഫാക്ടർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്ക്ചർ സ്ട്രെങ്ത് കൂടുക എന്നാണ് അർത്ഥം. പങ്ക്ചർ സ്ട്രെങ്ത് കൂടുക എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ഓവർ വോൾട്ടേജ് ചെറുത്, അപ്പോൾ അവിടെ പങ്ക്ചർ സംഭവിക്കാനുള്ള പോസിബിലിറ്റി കുറവാണ് എന്നാണ് അർത്ഥം. സോ ഇറ്റ് ഈസ് ഡിസേബിൾ ദാറ്റ് ദ വാല്യൂ ഓഫ് സേഫ്റ്റി ഫാക്ടർ ഈസ് ഹൈ so that flashover take place before the insulator gets punctured. And for pin type insulators the value of safety factor is about 10. Okay, so ഇപ്പോൾ പിൻ ഇൻസുലേറ്ററിൻ്റെ കേസിൽ വാല്യൂ ഓഫ് സേഫ്റ്റി ഫാക്ടർ അബൌട്ട് 10 ആണ്. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫിഷ്യൻ്റ്ലി ഹയർ വാല്യൂ ആണ്. സോ അതാണ് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ. സോ 33 kV വരെയൊക്കെയാണ് നമ്മൾ പിൻ ടൈപ്പ് ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നത്. സോ ദെൻ വി ആർ മൂവിങ് ഓൺ ടു സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ. സോ ഫോർ ഹയർ വോൾട്ടേജസ്, ദാറ്റ് ഈസ് for voltages greater than 33 kV, it is usual practice to use suspension type insulator. അപ്പോൾ അവിടെ സസ്പെൻഷൻ ടൈപ്പ് ആണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. മറ്റേത് പോളിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്തായിരുന്നാണ്, ഇത് സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നതാണ്, സസ്പെൻഷനായിട്ട്
എടുക്കുന്നതാണ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് a number of porcelain discs connected in series by metal links in the form of a string. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡിസ്കുകളാണ്, കുറേ ഡിസ്കുകൾ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്, സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനാണ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഡിസ്കുകളാണ് ഇവിടുത്തെ ഇൻസുലേറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും അടിയിലാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക, നമ്മുടെ കണ്ടക്ടറിനെ അത് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കണ്ടക്ടറും നമ്മളുടെ ഇവിടെ എന്താ നമ്മുടെ ക്രോസ് ആമിലേക്കുള്ള ഇൻസുലേഷനാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, and each unit of disk is designed for low voltages, say 11 kV. ലോ എന്ന് പറഞ്ഞാൽ വളരെ ലോ ആയി ഉദ്ദേശിച്ച 11 kV. ഒരു ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മീൻ ചെയ്യുന്നത് 11 kV എന്നുള്ള അർത്ഥത്തിലാണ്. ആൻഡ് ദ നമ്പർ ഓഫ് ഡിസ്ക് ഇൻ സീരീസ് വുഡ് ഒബ്വിയസ്ലി ഡിപ്പെൻഡ് അപ്പോൺ ദ വർക്കിംഗ് വോൾട്ടേജ്. അപ്പോൾ എത്ര ഡിസ്കുകൾ അവിടെ സീരീസിൽ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ വർക്കിംഗ് വോൾട്ടേജിനനുസരിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു നോർമൽ കേസിൽ ഒരു ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 11 kV തന്നെയാണ് വരുന്നത്. ഇപ്പോൾ 11 ഇൻറ്റു എത്രയാണ് ഡിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയാണ് ടോട്ടൽ വോൾട്ടേജ് വരുന്നത്. അപ്പോൾ 3 മേലത്തതിൽ നമ്മൾ കാണിച്ചിട്ടുള്ളെങ്കിൽ ഇതിപ്പോൾ ഏകദേശം എത്രയായിരിക്കും, 33 kV ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ എത്ര വരുന്നുണ്ട്, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഡിസ്കുകളാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് എത്ര ഒരു 200 kV ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം അത്രയും ആണ് വരുന്നത്. ജസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ. അതാണ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കാം. So the suspension type insulators are cheaper than pin type insulator for voltages beyond 33 kV. അപ്പോൾ നമ്മൾ പറഞ്ഞു ബിയോണ്ട് 33 kV പിൻ ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റാണ്ടൊന്നുമില്ല, ബൾക്കി ആവും, കോസ്റ്റ്ലി ആവും. അപ്പോൾ ആ കോസ്റ്റ് ഇതിൽ കുറവാണ് സസ്പെൻഷൻ ടൈപ്പിൻ്റെ കേസിൽ. ആൻഡ് ഈച്ച് യൂണിറ്റ് ഓർ ഡിസ്ക് ഓഫ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ ഈസ് ഡിസൈൻ ഫോർ lower voltages like 11 kV. So depending upon the working voltage, desired number of discs can be connected in series. So നമുക്ക് അവിടെ ജസ്റ്റ് സീരീസിൽ കണക്ട് ചെയ്യുന്ന ഡിസ്കിൻ്റെ എണ്ണം മാറ്റിയിട്ട് നമുക്ക് അവിടുത്തെ വോൾട്ടേജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഇഫ് എനി വൺ ഡിസ്ക് ഈസ് ഡാമേജ്, ദ ഹോൾ സ്ട്രിങ് ഡസ് നോട്ട് ബിക്കം യൂസ്ലെസ്. മൊത്തം സ്ട്രിങ് യൂസ്ലെസ് ആവില്ല, ഒരു എണ്ണം ഡാമേജ് ആയി കഴിഞ്ഞാൽ. ബിക്കോസ് ദ ഡാമേജ് ഡിസ്ക് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ സൗണ്ട് വൺ. സോ സിംപ്ലി ബൈ റീപ്ലേസിങ് എ ഡാമേജ് ഡിസ്ക് യു ക്യാൻ കണ്ടിന്യൂ ടു യൂസ് ദാറ്റ് സ്ട്രിങ്. ഓക്കെ, മറ്റേ കേസിലാണെങ്കിൽ ഇപ്പോൾ പിൻ ഇൻസുലേറ്റർ ആണെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ അത് പോയി, അത് മാറ്റി തന്നെ വേണം. ഇവിടുത്തെ കേസിൽ കോമ്പിനേഷനാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഇഷ്യൂ വന്നാൽ അത് ചേഞ്ച് ചെയ്താൽ മാത്രം മതി, റീപ്ലേസ് ചെയ്താൽ മാത്രം മതി. ദെൻ ദ സസ്പെൻഷൻ അറേഞ്ച്മെൻറ്റ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ടു ദ ലൈൻ. ഇപ്പോൾ ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ അറ്റ് ദ ക്രോസ് ആം ഈസ് സച്ച് ദാറ്റ് the insulator string is free to swing in any direction and can take up any position where mechanical stress is minimum. അല്ലേ, അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാനുള്ള ഒരു പോസിബിലിറ്റി, അതിന് സ്വിങ്ങിനുള്ള ഒരു പോസിബിലിറ്റി അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അത് സെൽഫായിട്ട് അറേഞ്ച് ചെയ്ത് മെക്കാനിക്കൽ സ്ട്രെസ് മിനിമം ആയിട്ട് നിൽക്കുന്ന രീതിയിൽ അത് കിടന്നോളൂ. അപ്പോൾ അതിനുള്ള ഫ്ലെക്സിബിലിറ്റി അവിടെ ഉണ്ട്. മറ്റേതാണെങ്കിൽ അവിടെ നമ്മൾ ഉറപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇൻ കേസ് ഓഫ് ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഓൺ ദ ട്രാൻസ്മിഷൻ ലൈൻ, it is found more satisfactory to supply the greater demand by raising the line voltage than to provide another set of conductors. And the additional insulation required for the rise voltage can be easily obtained in suspension arrangement by adding desired number of discs. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ വേറൊരു ഇതാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൂടിയ ഡിമാൻഡിനെ നമ്മളവിടെ മേക്ക് ചെയ്യുന്നത് ലൈൻ വോൾട്ടേജ് കൂടിയിട്ടാണ്, അല്ലാണ്ട് വേറെ സെറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ലൈൻ വോൾട്ടേജ് കൂട്ടുമ്പോൾ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് കൂട്ടണം, ഇൻസുലേഷൻ റിക്വയർമെൻറ്റും കൂടും. അപ്പോൾ ആ ഇൻസുലേഷൻ റിക്വയർമെൻറ്റ് കൂട്ടാൻ എളുപ്പം ഏതാണ്, സസ്പെൻഷനാണ്. കാരണം അഡീഷണൽ ഡിസ്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ വേറൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ദെൻ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആർ ജനറലി യൂസ്ഡ് വിത്ത് സ്റ്റീൽ ടവേഴ്സ്. സോ മെയിൻലി സ്റ്റീൽ ടവേഴ്സിലാണ് നമ്മളിത് കാണുക. ആസ് ദ കണ്ടക്ടേഴ്സ് റൺ ബിലോ ദ എർത്ത് ക്രോസ് ആം ഓഫ് ദ ടവർ, therefore this arrangement provides പാർഷ്യൽ പ്രൊട്ടക്ഷൻ ഫ്രം ലൈറ്റ്നിങ്. ഇപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ കേസിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സ്റ്റീല് സ്ട്രക്ചർ, അതായത് നമ്മളുടെ ആ ഒരു ടവർ ലൈറ്റ്നിങ് അറസ്റ്റായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേസിൽ ഇത് സസ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കേസിലാണ് നമ്മൾ മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അതാണ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ്. ദെൻ മൂവിങ് ഓൺ ടു
സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ്. പിന്നത്തെ വരുന്നതാണ് സ്ട്രെയിൻ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. സോ സ്ട്രെയിൻ ഇൻസുലേറ്റർ അവിടെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ when there is a dead end of the line or there is corner or sharp curve, the line is subjected to greater tension. സോ എവിടെയെങ്കിലും നമുക്കൊരു സ്റ്റോപ്പ് വരുന്ന സമയത്ത്, ഒരു ഡെഡ് എൻഡ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഷാർപ്പ് കോർണറൊക്കെ വരുന്നിടത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് സ്ട്രെയിൻ ഇൻസുലേറ്റർ. കാരണം അവിടെ ഗ്രേറ്റർ ടെൻഷൻ ഉണ്ടായിരിക്കും. സോ ഇൻ ഓർഡർ ടു റിലീവ് ദ ലൈൻ ഓഫ് എക്സസീവ് ടെൻഷൻ, സ്ട്രെയിൻ ഇൻസുലേറ്റർ ഈസ് യൂസ്. സോ സ്ട്രെയിൻ ഇൻസുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് to relieve excessive tension. Okay, so for low voltage lines, that is for less than 11 kV, shackle insulators are used as strain insulators. Okay, അപ്പോൾ അടുത്ത് പറയാൻ പോകുന്ന ഒരെണ്ണമാണ് ഷാക്കിൾ ഇൻസുലേറ്റർ. ലോ വോൾട്ടേജസിനാണെങ്കിൽ ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ള അടുത്തിൽ നമുക്ക് അത് കാണാം. ഇതാണ് നോർമലി ഒരു സ്ട്രെയിൻ ഇൻസുലേറ്ററിൻ്റെ അറേഞ്ച്മെന്റ് വരുന്നത്. ഇപ്പോൾ പക്ഷേ അത് ലോ വോൾട്ടേജസിനാണ്. ഹയർ വോൾട്ടേജസിനാണെങ്കിൽ സ്ട്രെയിൻ ഇൻസുലേറ്റർ കൺസിസ്റ്റ് ഓഫ് ആൻ അസംബ്ലി ഓഫ് സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ്. സോ നേരത്തെ പറഞ്ഞ സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സിൻ്റെ ഒരു അസംബ്ലി ആയിരിക്കാം ഏത് കേസിലാണെങ്കിൽ, ഹയർ വോൾട്ടേജസിലാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി എന്ത് ഉപയോഗിച്ചാൽ മതി, ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റർ ഉപയോഗിച്ചാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് ഏതാണ്, ഡിസ്കുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ത് തന്നെയാണ് നമ്മളുടെ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്ററിൻ്റെ എക്സാമ്പിളാണ്. സസ്പെൻഷൻ ടൈപ്പിനുള്ള ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. അപ്പോൾ ഹയർ വോൾട്ടേജിൻ്റെ ആയിരിക്കാം. അപ്പോൾ ഇത് നമ്മളുടെ പോളിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ഡിസ്ക്സ് ഓഫ് സ്ട്രെയിൻ ഇൻസുലേറ്റർ ആർ യൂസ്ഡ് ഇൻ വേർട്ടിക്കൽ പ്ലെയിൻ. സോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വേർട്ടിക്കൽ പ്ലെയിനിലാണ് ഡിസ്കുകൾ നിൽക്കുന്നത്. When the tension in the line is exceedingly high, as at long reverse spans, 2 or more strings are used in parallel. ഇപ്പോൾ വലിയ റിവേഴ്സ് സ്പാൻസിലൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ലോങ്ങർ ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് കൂടുതൽ മെക്കാനിക്കൽ സ്ട്രെസ് അതിൻ്റെ മുകളിൽ വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരൊറ്റ സ്ട്രിങ് കണക്ട് ചെയ്യുന്നതിന് പകരം പാരലായിട്ട് വേറൊരു സ്ട്രിങ്ങും കൂടി ഉണ്ടാവാമെന്ന്. അപ്പോൾ അങ്ങനത്തെ കേസിലാണെങ്കിൽ ഇപ്പോൾ അതാണ് സ്ട്രെയിൻ ഇൻസുലേറ്ററിൻ്റെ ആവശ്യം വരുന്നത്. ഡെഡ് എൻഡ് വരുന്നിടത്ത്, അല്ലെങ്കിൽ കോർണർ അല്ലെങ്കിൽ ഷാർപ്പ് കർവ് വരുന്നിടത്ത്. ഇപ്പോൾ ലോവർ വോൾട്ടേജസിനാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റർ ആണ് ഉപയോഗിക്കുക. ഹയർ വോൾട്ടേജസിനാണെങ്കിൽ സ്ട്രെയിൻ ഇൻസുലേറ്റർ. നമ്മളിവിടെ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഹയർ വോൾട്ടേജിൻ്റെ സ്ട്രെയിൻ ഇൻസുലേറ്ററിൻ്റെ കേസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ ഈസ് ദ ഷാക്കിൾ ഇൻസുലേറ്റർ. സോ ഷാക്കിൾ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ട്രക്ചറാണ്. അത് ബോൾട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ ഏർലി ഡേയ്സ് ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് വെർ യൂസ്ഡ് ആസ് സ്ട്രെയിൻ ഇൻസുലേറ്റർ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലോവർ വോൾട്ടേജസിന് ഉപയോഗിച്ചിരുന്ന ഒരു ടൈപ്പ് ഇൻസുലേറ്റർ ആണ് shackle insulator, but nowadays they are frequently used for low voltage distribution line. Low voltage distribution line ൽ അധികം ഉപയോഗിക്കുന്നവരാണ് shackle insulators. Such insulators can be used either in vertical or horizontal position. നമുക്ക് രണ്ട് പൊസിഷൻ ബോൾട്ട് ചെയ്യാൻ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബോൾട്ട് ചെയ്യാം. അപ്പോൾ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ഒരു സ്ട്രക്ചർ വരുന്നത്. പോളിൻ്റെ മുകളിൽ ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കാണുന്നത്. ഇതിന് ഡിസ്കിൻ്റെ ഇൻസുലേറ്ററിൻ്റെ ബോൾട്ടാണ് ഇത്. വേറെ ഇതാണ് ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റർ. ഇതിനെ ഡി സ്ട്രാപ്പ് എന്നാണ് പറയുക. സോ ഈ ഡി സ്ട്രാപ്പിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇൻസുലേറ്റർ ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് മൊത്തത്തിൽ ആ ഇൻസുലേറ്ററിനെ നമ്മൾ പോളിലേക്ക് ബോൾട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സോ ദേ ക്യാൻ ബി ഡയറക്ട്ലി ഫിക്സ് ടു ദ പോൾ വിത്ത് എ ബോൾട്ട് ഓർ ടു ദ ക്രോസ് ആം. സോ പോളിലേക്കോ ക്രോസ് ആമിലേക്കോ ഡയറക്റ്റ് ബോൾട്ട് ചെയ്യാം. ആൻഡ് ദ കണ്ടക്ടർ ഇൻ ദ ഗ്രൂവ് ഈസ് ഫിക്സഡ് വിത്ത് സോഫ്റ്റ് ബൈൻഡിങ് വയർ. സോ കണ്ടക്ടർ അവിടെ ഫിക്സ് ചെയ്യുന്നത് സോഫ്റ്റ് ബൈൻഡിങ് വയർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഏത് ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്ററിൽ നമുക്ക് നടക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മളുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് വരുന്നത്. ഇത് ജസ്റ്റ് ഷാക്കിൾ ടൈപ്പിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് കാണിച്ചിരിക്കുന്നത്. ഒരു പോളിൻ്റെ മുകളിലാണ് ഇതാണ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റർ ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് പറഞ്ഞത് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ, സസ്പെൻഷൻ ഇൻസുലേറ്റർ, സ്ട്രെയിൻ ഇൻസുലേറ്റർ ആൻഡ് ദെൻ ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ്.